പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ ഫോളോ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം 100 മില്യൺ ആണ്. 100 മില്യൺ എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, എത്രമാത്രം ഫോളോവേഴ്സ് പ്രധാനമന്ത്രിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഉണ്ട് എന്ന്. ലോകത്തിൽ ഏറ്റവും അധികം ഫോളോവേഴ്സ് ഉള്ള ഒരു നേതാവ് അല്ലെങ്കിൽ ഭരണാധികാരിയാണ് നരേന്ദ്രമോദി. രണ്ടാമതോ മറ്റോ ആണ് പ്രസിഡന്റ് ട്രംപ്. ട്രംപിന് ഇൻസ്റ്റഗ്രാമിൽ 43.2 മില്യൺ ഫോളോവേഴ്സ് ആണുള്ളത്. അപ്പോൾ ട്രംപിന്റെ ഫോളോവേഴ്സിന്റെ ഇരട്ടിയിലധികം ഫോളോവേഴ്സ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുണ്ട്. ഇവരെല്ലാവരും ഇന്ത്യക്കാരല്ല എന്നത് പ്രത്യേകം മനസ്സിലാക്കണം. ഗ്ലോബൽ സൗത്തിൽ നരേന്ദ്രമോദി ഒരു താരം തന്നെയാണ്. ഈവൻ ചൈനയിൽ പോലും നരേന്ദ്രമോദിക്ക് ധാരാളം ഫാൻസ് ഉണ്ട് എന്ന് ഈ അടുത്തിടെ ഒരു ചൈനീസ് മാധ്യമത്തിൽ പോലും ലേഖനം വന്നിരുന്നു. ചൈനക്കാരായിട്ടുള്ള യുവാക്കൾക്ക് പോലും നരേന്ദ്രമോദിയെ വലിയ കാര്യമാണ്. ഇവിടെ ഇൻസ്റ്റഗ്രാമിലെ ഫോളോവേഴ്സിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. 1077 വയസ്സായിട്ടുണ്ട് നരേന്ദ്രമോദിക്ക്. 100 മില്യൺ ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൽ മെജോറിറ്റി യുവാക്കളാണ്. പ്രത്യേകിച്ച് 2000-ന് ശേഷം ജനിച്ചവരാണ് ഇൻസ്റ്റഗ്രാം കൂടുതൽ ഉപയോഗിക്കുന്നതെന്നാണ് കണക്കുകൾ പറയുന്നത്. അപ്പൊ ഇന്നത്തെ കുട്ടികൾക്കിടയിലും ചെറുപ്പക്കാർക്കിടയിലും പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എന്തുമാത്രം സ്വാധീനമുണ്ട് എന്ന് മനസ്സിലാക്കുക. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇൻസ്റ്റഗ്രാമിൽ നരേന്ദ്രമോദിയാണ് ഫോളോ ചെയ്യുന്നത്. 100 മില്യന് മുകളിൽ ഫോളോവേഴ്സ്. ലോകത്ത് തന്റെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ സ്റ്റാർ ആയിരുന്നു ഒബാമ. ഒബാമയുടെ കാലത്ത് ഒബാമ തന്നെയായിരുന്നു ശക്തനായ ലോകത്തെ ഭരണാധികാരി, സ്റ്റാർ ആയിരുന്നു സോഷ്യൽ മീഡിയയിലടക്കം. ഒബാമയ്ക്ക് പോലും 40-43 മില്യൺ ഫോളോവേഴ്സ് ഇൻസ്റ്റഗ്രാമിലുള്ളൂ. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് 16.6 മില്യൺ ഫോളോവേഴ്സാണ് നമ്മുടെ ഇൻസ്റ്റഗ്രാമിനകത്തുള്ളത്. ഇപ്പോഴും മാധ്യമങ്ങളിൽ യുവാവാണ്, ചെറുപ്പക്കാരനാണ് എന്നൊക്കെ പറഞ്ഞു തന്നെയാണ് രാഹുൽ ഗാന്ധിയെ വിശേഷിപ്പിക്കുന്നത്. നരേന്ദ്രമോദിയേക്കാൾ വളരെ പ്രായം കുറവാണ്, ചെറുപ്പമാണ്. പൊതുവെ ഇന്ത്യയിലെ രാഷ്ട്രീയക്കാര് പൊതുവെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് പ്രായം കൂടിയ ആൾക്കാരാണ് പൊതുവെ കാണാറുള്ളത്, അല്ലേ? ആ കൂട്ടത്തിൽ നോക്കുമ്പോൾ രാഹുൽ ഗാന്ധി വേണമെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയക്കാർക്കിടയിൽ ഇപ്പോഴും ചെറുപ്പക്കാരനെന്ന് വേണമെങ്കിൽ വിളിക്കാം. പക്ഷേ 12 മില്യൺ ഫോളോവേഴ്സ് ആണ് രാഹുൽ ഗാന്ധിക്ക് ഉള്ളത്. നരേന്ദ്രമോദിക്ക് 100 മില്യന് മുകളിൽ ഫോളോവേഴ്സ് ആണ്. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, ഇന്ത്യക്കാർ മാത്രമല്ല നരേന്ദ്രമോദിയെ ഫോളോ ചെയ്യുന്നത്, ലോകമൊട്ടാകെ നരേന്ദ്രമോദിയെ ഇഷ്ടപ്പെടുന്ന ഫോളോ ചെയ്യുന്ന ആളുകളുണ്ട്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെ ട്വിറ്റർ ഫോളോവേഴ്സിന്റെ കാര്യമാണ്. ട്വിറ്ററിൽ അദ്ദേഹത്തിന് 106 മില്യൺ ഫോളോവേഴ്സ് ഉണ്ട്. 106 മില്യൺ. ട്വിറ്റർ ഇപ്പോൾ x.com എന്നാണ് അറിയപ്പെടുന്നത്. 106 മില്യൺ ഫോളോവേഴ്സ്. അവിടെയും ട്രംപിന് 40-50 മില്യൺ ഫോളോവേഴ്സ് ഒക്കെ ഉള്ളൂ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ആഗോള തലത്തിലുള്ള സ്വീകാര്യത എന്ന് പറയുന്നത് എന്തുമാത്രം വലുതാണെന്ന്. ഫേസ്ബുക്കിൽ നരേന്ദ്രമോദിക്ക് 54 മില്യൺ ഫോളോവേഴ്സ് ഉണ്ട്. യൂട്യൂബിൽ ഏകദേശം 30 മില്യൺ ഫോളോവേഴ്സ് ഉണ്ട്. ആലോചിച്ച് നോക്കുക, പ്രധാനപ്പെട്ട സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെല്ലാം ഏറ്റവും അധികം ഫോളോവേഴ്സ് ഉള്ള ലോകത്തെ ഒരു ഭരണാധികാരി അത് നരേന്ദ്രമോദിയാണ്. ഇത് മാത്രമല്ല, നരേന്ദ്രമോദിയുടെ പേരിൽ ഒരു വലിയ റെക്കോർഡുണ്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ ഔദ്യോഗിക ബഹുമതികൾ, അതായത് ഒരു രാജ്യത്തിന്റെ ഔദ്യോഗിക ബഹുമതികൾ നേടിയിട്ടുള്ള നിലവിലെ വ്യക്തി ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഏതാണ്ട് 10-32ഓളം ഔദ്യോഗിക ബഹുമതികൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. സൗദി അറേബ്യ തൊട്ട് ഒരുപാട് രാജ്യങ്ങൾ, ശ്രീലങ്ക, മൗറീഷ്യസ്, സൈപ്രസ്, ബ്രസീൽ, നൈജീരിയ, നമീബിയ, എത്യോപ്യ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ, കുവൈറ്റ്, അതുപോലെ ഡൊമിനിക്ക, ഗയാന, അതുപോലെ ഭൂട്ടാൻ, ഗ്രീസ്, ഫ്രാൻസ്, ഈജിപ്റ്റ്, പാപ്പുവ ന്യൂഗിനിയ, ഫിജി, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, മാൽഡീവ്സ്, UAE, ബഹ്റൈൻ, പലസ്തീൻ, അഫ്ഗാനിസ്ഥാൻ, സൗദി അറേബ്യ, ഈ രാജ്യങ്ങളെല്ലാം തന്നെ അവരുടെ ഏറ്റവും ഉയർന്ന പരമോന്നത ബഹുമതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകിയിട്ടുണ്ട്. അതായത് 2026 ഫെബ്രുവരി 26 വരെ നരേന്ദ്രമോദിയുടെ പേരിൽ ഏകദേശം 30-ലധികം ഹയസ്റ്റ് സിവിലിയൻ സ്റ്റേറ്റ് ഓണേഴ്സ് ഉണ്ട്. അതായത് ലോകത്ത് ഇന്ന് അധികാരത്തിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും ഉയർന്ന ബഹുമതികൾ ഈവൻ പുടിന് കിട്ടിയിട്ടില്ല, ഷി ജിൻപിങ്ങിന് കിട്ടിയിട്ടില്ല, അതുപോലെ പ്രസിഡന്റ് ട്രംപിന് കിട്ടിയിട്ടില്ല. ഇവർക്ക് ആർക്കും കിട്ടാത്ത അംഗീകാരം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരിലുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഒരു നിസ്സാരക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയല്ല. നമ്മളെ ഇന്ത്യക്കാർക്ക് നരേന്ദ്രമോദിയുടെ വാല്യൂ ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ശരിക്കും ലോകത്തെ ഒന്നിപ്പിക്കാൻ കഴിയുന്ന വളരെ ശക്തനായ ഒരു ഭരണാധികാരിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്നത് നിസ്സാരമല്ല. അതായത് എനിക്ക് പലപ്പോഴും നരേന്ദ്രമോദിയോട് കുറച്ച് സാദൃശ്യമുള്ള ഒരു ഭരണാധികാരിയായിട്ട് തോന്നിയിട്ടുള്ളത് വ്ളാഡിമിർ പുടിനെയാണ്. പുടിന്റെ ഒരു സ്റ്റൈല് മോദിയുടെ ഒരു ശൈലിയോട് ബന്ധപ്പെട്ടതാണ്. പക്ഷെ പുടിനേക്കാളും നരേന്ദ്രമോദി ഒരു പടി മുകളിലാവുന്നത് മറ്റു ചില കാരണങ്ങൾ കൊണ്ടാണ്. ഇവിടെ നമുക്ക് ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളും അതിന്റെ ഭരണാധികാരികളും എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, റഷ്യൻ പ്രസിഡന്റ് പുടിൻ, അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ്, ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്, ഈ 4 രാജ്യങ്ങളാണ് പ്രധാനമായിട്ടും ലോകത്തെ ശക്തികൾ എന്ന് പറയുന്നത്. പിന്നെ വേണമെങ്കിൽ നമുക്ക് യൂറോപ്പിൽ നിന്ന് ഫ്രാൻസിന്റെയും ബ്രിട്ടന്റെയും ഒക്കെ കാര്യം എടുക്കുക. അതിൽ തന്നെ യൂറോപ്പിലെ ഒരു സ്റ്റാർ താരം എന്ന് പറയുന്നത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും പിന്നെ ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ ജോർജിയ മെലോനിയുമാണ്.
പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുമ്പിൽ ആ ഒരു ലോക നേതാവ് എന്ന തരത്തിൽ അല്ലെങ്കിൽ സ്വീകാര്യത വെച്ച് നോക്കുമ്പോൾ ഫ്രഞ്ച് പ്രസിഡന്റൊക്കെ ഒരുപാട് പുറകിലാണ്. അദ്ദേഹത്തിന്റെ രാജ്യത്ത് തന്നെ അദ്ദേഹത്തിന്റെ അപ്രൂവൽ റേറ്റിംഗ് വളരെ കുറവാണ്. മോദിയുടെ കാര്യം നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ലോക ശക്തികളെ നമുക്ക് പ്രധാനമായിട്ട് അമേരിക്കയും ചൈനയും എടുക്കാം. റഷ്യയുടെ കാര്യത്തെക്കുറിച്ച് അവസാനം സംസാരിക്കാം. അമേരിക്കയുടെയും ചൈനയുടെയും കാര്യമെടുത്താൽ ഈ രണ്ട് രാജ്യങ്ങൾക്കും പൊതുവായ ചില പ്രത്യേകതകളുണ്ട്. അമേരിക്ക ലോകത്തെ അവരുടെ മേധാവിത്വം നിലനിർത്താൻ ആഗ്രഹിക്കുന്നു. ലോകശക്തിയായിട്ട് ഒരു സിംഗിൾ പവർ യൂണിപോളാർ വേൾഡ് എന്നുള്ളതാണ് അമേരിക്കയുടെ ഒരു കാഴ്ചപ്പാട്. എല്ലാവരും അമേരിക്ക അനുസരിക്കണം, അതാണ് അമേരിക്കയുടെ ഒരു കാഴ്ചപ്പാട്. ചൈനയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചൈന ഇപ്പോൾ മൾട്ടിപോളാർ വേൾഡിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിലും അത് അമേരിക്കയെ മറികടക്കുന്നവരെ മാത്രമേ ഉണ്ടാവൂ. ചൈന ഒരു മേജർ ശക്തിയായിട്ട് മാറി അമേരിക്കയുടെ മുകളിലെത്തിയാൽ ചൈനയും ഒരു യൂണിപോളാർ വേൾഡ് മതി, ഞങ്ങൾ തീരുമാനിക്കും, നിങ്ങൾ അനുസരിക്കണം എന്ന കാഴ്ചപ്പാടുള്ള ഒരു രാജ്യമാണ്. ആ ഒരു സ്വഭാവം അവർ പലപ്പോഴും കാണിച്ചു കഴിഞ്ഞു ഇതിനോടകം തന്നെ. ഇപ്പോൾ ഇന്ത്യയുടെ സ്ഥലങ്ങൾ അധിനിവേശപ്പെടുത്താൻ ശ്രമിക്കുന്നതും തായ്വാൻ പിടിക്കാൻ ശ്രമിക്കുന്നതും റഷ്യയുമായിട്ടുള്ള തർക്കവും ഒക്കെ സൗത്ത് ചൈന കടലിലെ പ്രശ്നങ്ങളും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ചൈന ഒരു അധിനിവേശ ശക്തിയാണ്. യൂറോപ്യൻസ് ഒരു കാലത്ത് ഈ ഭൂമിയിലെ ഏറ്റവും ക്വാളിറ്റി ഉള്ള ജനസമൂഹം യൂറോപ്യൻസ് ആണെന്ന് കരുതിയിരുന്നവരാണ്. എന്ന് വെച്ചാൽ ഞങ്ങളുടെ ബ്ലഡ് ലൈൻ എന്ന് പറയുന്നത് ഭയങ്കര സെറ്റപ്പാണ്, ഞങ്ങൾ വലിയ സംഭവമാണ് എന്ന് കരുതിയിരുന്ന കൂട്ടരാണ്. ഞങ്ങളാണ് ശരിക്കും ഭൂമിയിലെ കരുത്തരായിട്ടുള്ള സമൂഹം എന്നാണ് യൂറോപ്യൻസ് വെള്ളക്കാര് കരുതിയിരുന്നത്. പിന്നീട് രണ്ടാം ലോക മഹായുദ്ധത്തോടെ യൂറോപ്യൻസ് തന്നെ തമ്മിലടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതായി. അതോടുകൂടിയിട്ട് പിന്നീട് ഒരു പുതിയ ശക്തിയായിട്ട് അമേരിക്ക വരുന്നു. ഈ അമേരിക്ക വന്നപ്പോൾ അമേരിക്കയും അവരും യൂറോപ്യൻസ് തന്നെയാണ്, യൂറോപ്യൻ വംശജരാണ്. അപ്പോൾ അമേരിക്കക്കാരെന്ന് പറയുന്നത് അവരാണ് ലോകത്തിലെ ഇപ്പോൾ ഇന്റലിജൻസിന്റെ കാര്യത്തിൽ ഈ അടുത്തിടെ ട്രംപ് പറഞ്ഞല്ലോ, ഈ പ്ലാനറ്റിലെ ഏറ്റവും റിച്ച് ആയിട്ടുള്ള രാജ്യം, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള രാജ്യം, ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രാജ്യം, ബ്രില്യൻ്റ് ആയിട്ടുള്ള രാജ്യം എന്നൊക്കെ പറഞ്ഞിട്ട് ട്രംപ് ഒരു സ്വയം പുകഴ്ത്തിൽ അടിച്ചല്ലോ. അത് തന്നെയാണ് അമേരിക്കക്കാരുടെ കാഴ്ചപ്പാട്. അതായത് ഞങ്ങളാണ് ഏറ്റവും പവർഫുൾ. ഞങ്ങളുടെ അമേരിക്കൻ പാസ്പോർട്ട് എന്ന് പറയുമ്പോൾ തന്നെ അവർ ഭയങ്കര പ്രൗഡായിട്ടൊക്കെയാണ് പറയുന്നത്. അത്രയും ശക്തമായിട്ട് അവരുടെ രാജ്യത്തെ കാണുന്നു. അവരാണ് ഏറ്റവും ഉയർന്ന ഒരു അഡ്വാൻസ്ഡ് സിവിലൈസേഷൻ ഭൂമിയിലെ എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ബാക്കിയൊക്കെ അവരുടെ താഴെയാണ് എന്നാണ് അവർ കരുതുന്നത്. ഇത് തന്നെയാണ് ഇന്ന് ചൈനയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ചൈന എല്ലാത്തിനും മുകളിലാണ്, ചൈനക്കാരാണ് ഇനി ലോകത്തെ ഭരിക്കാൻ പോകുന്നത് എന്നാണ് ചൈന പറയുന്നത്. അതായത് ഞങ്ങളാണ് ഭൂമിയിലെ ഏറ്റവും അഡ്വാൻസ്ഡ് സിവിലൈസേഷൻ, ഞങ്ങളുടെ ബ്ലഡ് ലൈൻ ആണ് ഏറ്റവും പ്രധാനം, ഞങ്ങളാണ് സൂപ്പർ പവർ എന്ന ഒരു കോൺസെപ്റ്റ് അത് പല രീതിയിൽ ചൈന സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അത് ഈവൻ ദൃശ്യമാധ്യമങ്ങളിലൂടെ ആയിക്കോട്ടെ, ടെക്നോളജിയിലൂടെ ആയിക്കോട്ടെ, ട്രേഡിലൂടെ ആയിക്കോട്ടെ, സംസ്കാരത്തിലൂടെ, ഭാഷയിലൂടെ ഒക്കെ ചൈന മറ്റുള്ളവരുടെ മേൽ അത് അടിച്ചേൽപ്പിക്കുവാനും പ്രചരിപ്പിക്കുവാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പം ഈ രണ്ട് രാജ്യങ്ങളും പൊതുവെ മറ്റുള്ള രാജ്യങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന, അടുക്കാൻ പറ്റുന്ന രാജ്യങ്ങളല്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ ചൈനയെ വിശ്വസിക്കാൻ പറ്റുമോ? ആരെങ്കിലും വിശ്വസിക്കുമോ ചൈനയെ? ഒരിക്കലും ഇല്ല. അമേരിക്കയെ വിശ്വസിക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അപ്പോൾ അവിടെ ഒരു വിശ്വസ്തനായ പങ്കാളിയുടെ അഭാവം ലോകത്തുണ്ടായിരുന്നു. ആ പങ്കാളി ഇന്ന് ആരെന്ന് ചോദിച്ചാൽ ഏതൊരു രാജ്യവും, ഈ ചൈനയും അമേരിക്കയും ഒഴികെയുള്ള ഏതൊരു രാജ്യവും ഇന്ത്യയുടെ പേരെ പറയൂ, റഷ്യ പോലും. അതായത് ഇന്ത്യ ഇന്ന് ഉണ്ടാക്കിയെടുത്തിരുന്നത് ഭൂമിയിൽ വേക്കൻ്റ് ആയിട്ട് കിടന്ന ഒരു സ്പേസ് ഉണ്ട്, അവിടെ ഇരിക്കാൻ ഞങ്ങളാണ് യോഗ്യർ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യ ഒരു പുതിയ ഒരു ശക്തി എന്ന നിലയിലേക്കാണ് വരുന്നത്. അവിടെ ഇന്ത്യയുടേത് അമേരിക്കയുടെയോ അല്ലെങ്കിൽ ചൈനയുടെയോ ഒരു പോളിസി അല്ല. ഇവരെ അവരുടെ അപ്രമാദിത്വം കാണിക്കാൻ അല്ലെങ്കിൽ മസിൽ പവർ കാണിക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യ എല്ലാത്തിനെയും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരുമായിട്ടും ഒരു നല്ല റിലേഷൻ ബിൽഡ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ യൂറോപ്യൻ യൂണിയൻ ഒരു പ്രതിസന്ധി ഉണ്ടായ സമയത്ത് അവർ നേരെ ഓടി വന്നത് എവിടെയാണ്? ഇന്ത്യയിലോട്ടാണ്. ഇന്ത്യ ഒരു കംഫർട്ടബിൾ ഒരു പാർട്ട്ണറാണ്, നമുക്ക് ഇന്ത്യയുമായിട്ട് ഡീൽ ചെയ്യാൻ ഭയങ്കര ഒരു ഓക്കെയാണ്, ഞങ്ങൾ കംഫർട്ടബിൾ ആണ് എന്നാണ് യൂറോപ്പിലെ ലീഡേഴ്സ് പറയുന്നത്. അത് തന്നെയാണ് ബ്രസീൽ പ്രസിഡന്റ് പറഞ്ഞത്, ഇത് തന്നെയാണ് കഴിഞ്ഞ ദിവസം നെതന്യാഹു പറഞ്ഞത്, ഇത് തന്നെയാണ് ജപ്പാൻ പ്രൈം മിനിസ്റ്റർ പറഞ്ഞത്, ഇത് തന്നെയാണ് നമ്മുടെ ഓസ്ട്രേലിയൻ പ്രൈം മിനിസ്റ്റർ പറഞ്ഞത്, സൗത്ത് ആഫ്രിക്കയിലെയും ഗ്ലോബൽ സൗത്തിലെയും ഒക്കെ രാഷ്ട്ര തലവന്മാർ പറയുന്നതാണ്. ഇന്ത്യ വലിപ്പ ചെറുപ്പമില്ലാതെ എല്ലാവർക്കും എപ്പോഴും ഡീൽ ചെയ്യാൻ പറ്റുന്ന, വിശ്വസിക്കാൻ കഴിയുന്ന ഒരു പാർട്ണറാണ്. അമേരിക്കയും ചൈനയും വിശ്വസിക്കാൻ പറ്റില്ല. ഇന്ത്യ അമേരിക്കയുടെയും ചൈനയുടെയും അത്ര ശക്തമല്ല, ഇതെല്ലാവർക്കും അറിയാം. നമ്മളിപ്പോൾ അമേരിക്കയുടെ അത്ര മിലിറ്ററി പവറും എക്കണോമിക് പവറും അല്ല, ചൈനയുടെ അത്ര ഒരു ട്രേഡ് പവർ അല്ല, അല്ലെങ്കിൽ ഒരു എക്കണോമിക് പവർ അല്ല. പക്ഷേ ഈ രാജ്യങ്ങൾ കഴിഞ്ഞാൽ ലോകത്ത് ശക്തമായ ഒരു രാജ്യം ഇന്ത്യയാണ്. അതോടൊപ്പം തന്നെ ഒരു ട്രസ്റ്റബിൾ പാർട്ണറാണ് എന്നതാണ് ഇന്ത്യയുടെ ഒരു സവിശേഷത. ഇന്ത്യ ഇങ്ങനെ ആക്കി മാറ്റിയതാരാണ്? ഇന്ത്യ ഇതിന് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നു, രാജ്യം ഇവിടെ ഉണ്ടായിരുന്നു, ഭരണാധികാരികൾ മാത്രമാണ് വരുകയും പോവുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇന്നത്തെ നിലയിലേക്ക് ഇന്ത്യയെ മാറ്റിയെടുത്തത്, ഒരു വിശ്വസ്ത പങ്കാളിയാക്കി മാറ്റിയത്, ലോകത്തൊരു പ്രധാന ശക്തിയാക്കി, ഒരു പ്രധാന ശബ്ദമായിട്ട് ഇന്ത്യയെ മാറ്റിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലീഡർഷിപ്പ് ക്വാളിറ്റിയും വ്യക്തിപ്രഭാവവും കൊണ്ട് തന്നെയാണ്. അവിടെയാണ് നരേന്ദ്രമോദിയെ ലോകരാജ്യങ്ങൾ, ലോക നേതാക്കൾ റെസ്പെക്ട് ചെയ്യുന്നത്. പുടിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യയും പുടിനും പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യമാണ് റഷ്യ, പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രസിഡന്റാണ് പുടിൻ. പക്ഷേ റഷ്യ എല്ലാവരോടും ഒരേപോലെ ഡീൽ ചെയ്യാൻ കഴിയുന്ന ഒരു രാജ്യമല്ല. നമുക്കറിയാം, ഒരു കാലത്തും റഷ്യയും യൂറോപ്പും തമ്മിൽ ഒന്നിച്ചു പോവില്ല, ഒന്നിച്ചു പോവാൻ അമേരിക്ക അനുവദിക്കുകയുമില്ല.
അപ്പോൾ യൂറോപ്പുമായിട്ട് എന്നും റഷ്യക്ക് പ്രശ്നങ്ങളുണ്ട്, ജപ്പാനുമായിട്ടുണ്ട്, ഓസ്ട്രേലിയയുമായിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് രാജ്യങ്ങളായിട്ട് പ്രശ്നങ്ങൾ ഓൾറെഡി റഷ്യക്കുണ്ട്. അത് സോവിയറ്റ് കാലം തൊട്ടേ ഉള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റഷ്യക്ക് ഒരിക്കലും ഇന്ത്യ ആകാൻ പറ്റില്ല. റഷ്യ പക്ഷേ വളരെ വിശ്വസിക്കാൻ കഴിയുന്ന ഒരു പങ്കാളി തന്നെയാണെന്നതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ റഷ്യ പോപ്പുലേഷൻ വൈസ് വളരെ ചെറുതാണ്. ഇന്ത്യ വളരെ വലുതാണ്. 145 കോടി ജനങ്ങളുള്ള ഒരു രാജ്യമാണ് നമ്മുടേത്. അത് തന്നെയാണ് നമ്മുടെ ആദ്യത്തെ ശക്തി. അപ്പൊ അത്രയും വലിയൊരു രാജ്യവുമായിട്ടുള്ള സൗഹൃദം, പങ്കാളിത്തം മറ്റുള്ള രാജ്യങ്ങൾ ആഗ്രഹിക്കുമെന്നേ അവരിന്ന് തിരിച്ചറിയുന്നുണ്ട്. മാൻ പവറിന്റെ വാല്യൂ, എക്കണോമിക് പവറിന്റെ വാല്യൂ. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ടെക്നോളജിയോടുള്ള അടങ്ങാത്ത അഭിനിവേശം. ടെക്നോളജി രംഗത്ത് ഇന്ത്യ അതിവേഗത്തിൽ വളരുന്നുണ്ട്. സൈനിക ശക്തി എന്ന നിലയിലേക്ക് ഇന്ത്യയുടെ വളർച്ച, ഇതെല്ലാം ലോകം ഉറ്റുനോക്കുകയാണ്. അപ്പോൾ ഇന്ത്യയുമായിട്ടുള്ള സൗഹൃദം, ചങ്ങാത്തം അമേരിക്കയുടെയും ചൈനയുടെയും ഇടയിൽ കടന്ന് ഞെരിഞ്ഞമരുന്ന കുറേ രാജ്യങ്ങൾക്ക് ആശ്വാസം കൂടിയാണ്. അവിടെയാണ് ഇന്ത്യ ഒരു വലിയ ശക്തിയായിട്ട് മാറുന്നതും ഈ നിലയിലേക്ക് ഇന്ത്യ എത്തിച്ച നരേന്ദ്രമോദി സ്റ്റാർ ആയിട്ട് മാറുന്നതും. ലോകരാജ്യങ്ങൾ ഇന്ത്യ എന്ന് പറയുന്നതിനോടൊപ്പം മോദി എന്ന് പറയുന്നതിന്റെ കാരണം മോദിയാണ് ഇന്നത്തെ ഇന്ത്യ ഉണ്ടാക്കിയത്. 2014 മുന്നേയും ഇന്ത്യ ഉണ്ടായിരുന്നു. ആ ഇന്ത്യ എന്തായിരുന്നുവെന്നും അതിന്റെ പരിമിതികൾ എന്തായിരുന്നുവെന്നും ലോകരാഷ്ട്രങ്ങൾക്കറിയാം. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോന്റെ ഇന്ത്യയിൽ വന്നിട്ടുള്ള സ്പീച്ച് മാത്രം എടുത്ത് നോക്കിയാൽ മതി, മൂപ്പര് പറയുന്നുണ്ട് അത്. അപ്പോ ഇന്ത്യ ഇന്നത്തെ ഈ ലെവലിൽ ഒരു പവറായി മാറിയതിന് ഒറ്റ പേരേ ഉള്ളൂ, നരേന്ദ്രമോദി. അപ്പൊ ആ മോദിയെയാണ് ലോകം ബഹുമാനിക്കുന്നത്, അംഗീകരിക്കുന്നത്. അതുകൊണ്ടാണ് 30-ലധികം ഏറ്റവും ഉയർന്ന ബഹുമതികൾ നരേന്ദ്രമോദിക്ക് കിട്ടുന്നത്. സോഷ്യൽ മീഡിയയിലടക്കം ഏറ്റവും അധികം ആളുകൾ ഫോളോ ചെയ്യുന്ന വ്യക്തിയായിട്ട് നരേന്ദ്രമോദി മാറുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം മോദിയുടെ ഒരു വ്യക്തിപ്രഭാവം എത്രത്തോളം ഉണ്ട് എന്ന്. ശരിക്കും അപൂർവങ്ങളിൽ അപൂർവമായിട്ട് മാത്രമാണ് ഇത്രയും കരുത്തരായിട്ടുള്ള ഭരണാധികാരികൾ ലോകത്തുണ്ടാകുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.